നടനും സംവിധായകനുമായ പൃഥ്വിരാജിനെ ആദായനികുതി വകുപ്പിന്റെ നോട്ടീസ് വന്നിരിക്കുന്നു. 3 ചിത്രങ്ങളിലെ പ്രതിഫലം സംബന്ധിച്ച് വിശദീകരണം തേടിയാണ് നോട്ടീസ്. കടുവ, ജനഗണമന, ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്നാണ് വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ചിത്രങ്ങളിൽ അഭിനേതാവെന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല. എന്നാൽ സഹനിർമ്മാതാവെന്ന നിലയിൽ 40 കോടിയോളം രൂപ പൃഥ്വിരാജ് സ്വന്തമാക്കിയെന്നാണ് കണ്ടെത്തൽ. നിർമ്മാണ കമ്പനിയുടെ പേരിൽ പണം വാങ്ങിയതിൽ വ്യക്തത വരുത്തണമെന്ന് ആദായനികുതി വകുപ്പ് ആവശ്യപ്പെട്ടു. സ്വാഭാവിക നടപടിയാണെന്നാണ് ആദായനികുതി വകുപ്പിൻ്റെ വിശദീകരണവും വന്നിരിക്കുന്നത്. എമ്പുരാൻ സിനിമ ഇറങ്ങി 2 ദിവസത്തിന് ശേഷമാണ്, അതായത് മാർച്ച് 29-നാണ് കൊച്ചി ആദായനികുതി വകുപ്പ് ഓഫീസിൽ നിന്ന് പൃഥ്വിരാജിനെ നോട്ടീസ് അയച്ചത്. വരുന്ന ഏപ്രിൽ 29-നകം വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശിക്കുന്നത്. ഒരു അഭിനേതാവെന്ന നിലയിൽ പണം വാങ്ങുമ്പോൾ അതിന് നികുതി കൂടുതലാണ്. എന്നാൽ ഒരു പകുതി നിർമ്മാതാവ് എന്ന നിലയിൽ പണം വാങ്ങുമ്പോൾ നികുതി താരതമ്യേന കുറവുമാണ്. 3 സിനിമകളിലായി 40 കോടിയോളം രൂപ പൃഥ്വിരാജിന് അങ്ങനെ ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് വിശദീകരണം തേടിയിട്ടുള്ളത്. വിശദീകരണം ചോദിച്ചിരിക്കുന്ന ഈ 3 സിനിമകളും 2022-ൽ പുറത്തിറങ്ങിയവയാണ്. ഈ ചിത്രങ്ങളിലെ വരുമാനവുമായി ബന്ധപ്പെട്ട് മുമ്പും വിശദീകരണം തേടിയിട്ടുണ്ടെന്നാണ് IT വകുപ്പ് പറയുന്നത്. മാർച്ചിൽ ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിൻ്റെ ഭാഗമായാണ് വീണ്ടും ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയതെന്നും വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഇമെയിൽ വഴിയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. നേരിട്ടോ അല്ലാതെയോ മറുപടി നൽകാനാണ് നിർദ്ദേശം. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എമ്പുരാൻ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് നടനെ ആദായനികുതി വകുപ്പിൻ്റെ നോട്ടീസ് അയച്ചിരിക്കുന്നത്. എമ്പുരാൻ ചിത്രത്തിൻ്റെ വിതരണക്കാരനായ ഗോകുലം മൂവീസ് ഉടമ ഗോകുലം ഗോപാലൻ്റെ സ്ഥാപനങ്ങളിൽ ED റെയ്ഡ് നടക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ചിത്രത്തിൻ്റെ സംവിധായകനായ പൃഥ്വിരാജിനെതിരെയുള്ള നീക്കവും എന്നത് വളരെ ശ്രദ്ധേയവുമാണ്. ഇനി ഈ സിനിമ കണ്ടവരുടെ വീട്ടിലും EDയോ മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളോ വരുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. ഗോകുലം ഗോപാലിന് ശേഷം സംവിധായകനായ പൃഥ്വിരാജിനെ കുടുക്കിയത് മേജർ രവിയോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയോ ഒക്കെ ആയിരിക്കാം എന്നൊക്കെ ചിലർ അഭിപ്രായങ്ങൾ പറയുന്നുമുണ്ട്. എന്നാൽ ആദായനികുതി വകുപ്പിൽ നിന്ന് നോട്ടീസ് ലഭിച്ചാൽ പരിഭ്രാന്തരാകേണ്ട യാതൊരു കാര്യവുമില്ല. അതാണ് സത്യം. ഏതെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടുകൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ കണ്ടെത്തുമ്പോഴാണ് ആദായനികുതി വകുപ്പ് ഇങ്ങനെ നോട്ടീസ് അയക്കുന്നത്. ആ തെറ്റുകൾ തിരുത്തുന്നതിനുള്ള ഉചിതമായ നടപടി സ്വീകരിക്കുന്നതിലൂടെ ഈ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യാം. നികുതി റിട്ടേണിൽ പൊരുത്തക്കേടുകളോ പിശകുകളോ ഉണ്ടാകുമ്പോൾ സാധാരണയായി ആദായനികുതി വകുപ്പ് ഒരു നോട്ടീസ് നൽകും. റീഫണ്ടിനായി തെറ്റായ വിവരങ്ങൾ നൽകൽ, തെറ്റായ ഫോം തിരഞ്ഞെടുക്കൽ, തെറ്റായ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ നൽകൽ, കൃത്യമല്ലാത്ത വരുമാനം അല്ലെങ്കിൽ ഉയർന്ന മൂല്യമുള്ള ഇടപാടുകൾ എന്നിവ ഈ നോട്ടീസ് ലഭിക്കുന്നതിനുള്ള കാരണങ്ങളാണ്. ഈ പൊരുത്തക്കേടുകൾ വിശദീകരിക്കാനും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനുമുള്ള അവസരമാണ് ഈ നോട്ടീസിലൂടെ ലഭിക്കുന്നത്. അറിയിപ്പിൻ്റെ കൃത്യത പരിശോധിക്കുന്നതിനും പൊരുത്തക്കേട് മനസ്സിലാക്കുന്നതിനും നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ ബന്ധപ്പെടുക. പിശക് നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ അധിക നികുതിയോ പിഴയോ ഉണ്ടെങ്കിൽ അത് അടക്കുക. ആദായനികുതി വകുപ്പിൻ്റെ ഭാഗത്താണ് പിശകെങ്കിൽ അതിനുള്ള കൃത്യമായ രേഖകൾ തയ്യാറാക്കുക. സെക്ഷൻ 154(1) പ്രകാരം നിങ്ങൾക്ക് തിരുത്തലിനായി അഭ്യർത്ഥിക്കാം. ഈ നോട്ടീസിനോട് പ്രതികരിക്കുമ്പോൾ ആദായനികുതി വകുപ്പിനോട് പൂർണ്ണമായോ ചില ഭാഗങ്ങളോടോ വിയോജിപ്പ് മറുപടി തയ്യാറാക്കുകയും ചെയ്യാം. നികുതിയും അടച്ചതിലെ പൊരുത്തക്കേടിൻ്റെ സ്വഭാവവും മനസ്സിലാക്കുക. ഒരു പ്രൊഫഷണലുമായി കൂടിയാലോചിച്ച് പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും പിശകുകൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ ആദായനികുതി വകുപ്പിനോ ഉണ്ടെങ്കിൽ അത് കാര്യക്ഷമമായും കൃത്യമായും പരിഹരിക്കാം. നോട്ടീസ് വന്നതിൽ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതൊരു സാധാരണ പ്രൊസീജിയർ മാത്രമാണ്.